ഹായ് നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സ്പ്രിംഗ് റോളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ബീൻസാണ്, ക്യാരറ്റ്, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, ഒരു ക്യാപ്സിക്കം, പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ്, രണ്ട് വന്നിട്ട് ചെറിയ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഇത് ഗാർലിക്കാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇത് സ്പ്രിംഗ് ഓനിയൻ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. ഇതിനകത്തേക്ക് ഗാർലിക്കും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള, ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ക്യാബേജ് ആണ്. ഞാൻ ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അധികം എടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും വേണ്ടെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തത് ക്യാരറ്റും അതുപോലെ ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ലാസ്റ്റ് മാത്രമേ ക്യാപ്സിക്കം ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ സോസുകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം, 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ്. അതിനുശേഷം കുറച്ച് ചില്ലി സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം 1.25 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പം ഇനി നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട് ഞാൻ ഈ ഒരു അളവിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മൈദ കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പ് മാവ് ഇല്ലെങ്കിലും മൈദ മാത്രമായിട്ട് ചേർക്കാം. മൈദ മാത്രം ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മൈദ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമുക്ക് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി ആ ഒരു പരുവത്തിനകത്താക്കി നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല നൈസിന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഈ ഇതിനകത്ത് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല റൗണ്ടാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ട് നൈസായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്റ്റഫ് വെച്ച് കൊടുക്കാം.